വീഡിയോ ഓൺ ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എനിക്ക് ഇവിടെ ഞാൻ കാണുന്ന ആളുകള് ഇപ്പൊ ഈ എന്നെ അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി അറിയുന്ന ആളുകളാണ്. മൈമൂന ആണെങ്കിലും ഹനീഫ സാറ്, സൽമ മാഡം, റംല മാഡം, റഷീദ മാഡത്തിന് അതിന്റെ അത് കാണുന്നില്ല. സുജ മാഡത്തിന് ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് മുനീറ, പിന്നെ ഡൈനാമോസ് അങ്ങനെ പറയുന്ന ആളുകളാണുള്ളത്. എന്തായാലും അറിയാത്ത ആളുകൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. നമ്മുടെ TC ലീഡർ അശോകൻ സാർ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഞാന് STC കഴിഞ്ഞ് RTC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. RTC കഴിഞ്ഞ് NTC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ മെന്റർ ആയിട്ടുള്ള ഷെഫീഖ് സാറാണ്. താമസിയാതെ ഞാനും എന്തായാലും എന്റെ ഒരു പ്ലാനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് കട്ട് ഓഫിൽ, ഈ വരുന്ന കട്ട് ഓഫ് അല്ല അടുത്ത കട്ട് ഓഫിൽ ഞാൻ ഒരു ബ്രാൻഡ് ന്യൂ റീജിയണൽ റാങ്കിലേക്ക് എത്തണം എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഒരു വോളിയത്തിന്റെ, വലിയ വോളിയം ഒന്നും വേണ്ട, ഒരു 4,80,000 വോളിയം, ഓൾമോസ്റ്റ് ഒരു 6.25 ലക്ഷത്തിന്റെ ക്യാഷ് വന്നു കഴിഞ്ഞാൽ ഞാനും നമ്മുടെ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈലില് ഇത്ര വർഷം പണിയെടുത്തതിന്റെ റിസൾട്ട് ആണ് STCയും RTC എന്നൊക്കെ പറയുന്നത്. എന്തായാലും എനിവേ നമ്മളെ റാങ്ക് അല്ല നമ്മൾ പറയുന്നത്. നിങ്ങളൊക്കെ റാങ്കുകൾ എങ്ങനെ മാറ്റാൻ കഴിയും, നിങ്ങളൊക്കെ ഇന്നത്തെ നോളജ് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളോടൊക്കെ സംവാദിക്കാൻ പോകുന്ന ഒരു വിഷയം. ഇമ്രാൻ സാറേ, ഹലോ. നമുക്കിപ്പോ ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ എന്നോട് ഇന്ററാക്ഷൻ ഉണ്ടാവണം. നിങ്ങൾ ഇങ്ങോട്ടേക്ക് സംസാരിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ടെക്നിക്കൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിന്റെ അകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ ആളുകളും, ഇതിലിപ്പോ നിൽക്കുന്ന എല്ലാ ആളുകളും ID അടിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ നിന്ന് ഒരു DTC റാങ്കിലേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ളത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 16ഓളം പാർട്ടിസിപ്പേഷൻ ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട്, അല്ലേ സാറേ? ഇതില് ബ്രോൺസ് ആയിട്ടുള്ള എത്ര ആള് ഇത് ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട്? ബ്രോൺസ് എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നവര് നിങ്ങളെ ടീമിലല്ല പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്ര ആളുണ്ട് എന്നുള്ള കേട്ടോ. അവരെന്നെ പറഞ്ഞാൽ മതി. 13 ആളുകൾ. ഓരോ ബ്രോൺസും പറയാം, ഞാനതാ പറഞ്ഞത്. ഒരു മിനിറ്റ്, ബ്രോൺസുകൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ബ്രോൺസുകൾ എന്റെ പേര് പറഞ്ഞാൽ മതി. ഞാൻ ആളാണ്, ഞാൻ ബ്രോൺസ് ആണ് പറഞ്ഞാൽ മതിയല്ലോ. ഒരു മിനിറ്റ്, കുറച്ച് കാര്യം പറയാം. അപ്പൊ അല്ല, മറ്റുള്ള ആളുകളെ എല്ലാ ആളുകൾ എന്ത് ചെയ്യാം, സാറിപ്പോ ഗസ്റ്റ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരവരുടെ പേര്, റാങ്ക്, സ്ഥലം ഒന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാരും ഒന്ന് കടന്നു വരാം, ഉറുദു കടന്നു വരാം. പ്ലീസ് കം. ബ്രോൺസിന്റെ പേര് പറയാ, ഞാനിവിടെ സ്ക്രീനില് കാണുമ്പോ ആരാ സംസാരിക്കും? ഗുഡ് ഈവനിങ് സാർ, ഞാൻ സൽമത്ത്, ഞാൻ ബ്രോൺസ് ആണ്. സൽമ മാഡം. ഓക്കെ, നെക്സ്റ്റ് വൺ. എനിക്ക് സൽമ മാഡത്തിന് എനിക്ക് പരിചയമുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ആര്? ബ്രോൺസ് കഴിഞ്ഞ ഇല്ലെങ്കിൽ അടുത്തത് സിൽവറിലോട്ട് പോവാം. സിൽവറിൽ ആരുണ്ട്? ആർക്കും കടന്നു തരാം, വേഗം സമയം കളയണ്ടോ? ഞാന് ഹലോ, റംല സിൽവർ റാങ്കിലാണ്. പിന്നെ ഹനീഫ സിൽവർ റാങ്കിലാണ്. ഹനീഫ. അടുത്തത് അടുത്തത് 2 സിൽവർ ആണ് ഇപ്പൊ ഈ മീറ്റിംഗിൽ കയറിയിട്ടുള്ളൂ. മൈമുന മാഡം വൈകിക്കണ്ട. മൈമുന മാഡം സിൽവർ ആണ്. മൈമുന എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ ആണ്. മൈമുന മാഡം സ്റ്റാർ ആണ്. അപ്കമിങ്
റൂബിയിലേക്കാ. മൈമൂന സ്റ്റാർ ആണ്. അടുത്തത് റൂബിയിലാര്? അപ്കമിങ് റൂബിയാണ്. അല്ല അത് വേണ്ട, റൂബിയിലാരുണ്ട്? ഇല്ല സുരേന്ദ്രൻ സാറ് എന്താണ്? ഇല്ല മുമ്പ് ടീച്ചർ സ്റ്റാർ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് അവിടെ ഇമ്രാൻ സാറിന് റൂബി ആരെങ്കിലും ഉണ്ടോ? ഇമ്രാൻ സാറിന് ഇല്ല റൂബിയില്ല. സത്യാമ്മയുടെ ഇവിടെ ഇല്ല. സത്യാമ്മയുടെ സത്യാമ്മയുടെ ഇപ്പം ലൈവിലില്ല. പിന്നെ ടി സി ആണുള്ളത്. ടി സി വൈഫ് തന്നെയാണ് ടി സി ഉള്ളത്. പിന്നെ ഒന്ന് ആത്തിക്ക. ആത്തിക്ക ഒരു ടി സി ഉണ്ട്. പിന്നെ ഖദീജ ഉണ്ട്. പിന്നെ എ ടി സിയില് അശോകൻ സാറ്, ഡി ടി സിയില് ഇമ്രാൻ സാറ്. ഇതാണ് ഇപ്പം നമ്മുടെ വൈലത്തൂർ ആസിയ ബ്രോൺസ്. ഹലോ, വൈലത്തൂർ ആസിയ ബ്രോൺസ് കേട്ടോ? സാറിനെ കേട്ടേ. വൈലത്തൂർ ആസിയ ബ്രോൺസ്. വയലത്തൂർ ആസിയ മാഡം അല്ലേ? ബ്രോൺസ് ആണ്. അതെ. അവരിപ്പോ മീറ്റിംഗ് പങ്കെടുക്കണില്ല. ഇത് കറണ്ട് വരണ്ടേ? സമയം കളിയണ്ടേ? ഹോസ്പിറ്റലിലാണ് ആസിയ മാഡം. ഞാനുണ്ട്. ആയിക്കോട്ടെ പറഞ്ഞോളി. മീറ്റിംഗ് കയറി ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ അകത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ലെവൽ അല്ലാത്ത 10,000 മാച്ചിങ് ആയിട്ടുള്ള, അതിന്റെ മുകളിലോട്ട് മാച്ചിങ് ആയിട്ടുള്ള ലീഡേഴ്സിനെയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പ്ലാറ്റ്ഫോമില് കാണുന്നത്. അതിന്റെ താഴെ ഉള്ള ആളുകളും ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടർമാര്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ അകത്ത് ID എങ്ങനെയാണ് അടിക്കുന്നത് എന്നുള്ളതും, നമ്മുടെ കമ്പനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതും, ആ ആപ്ലിക്കേഷനിലാണ് നമ്മളെ BV നോട്ട് ചെയ്യുന്നതും BV കാണുന്നതും നമ്മുടെ ടേൺ ഓവർ നോക്കുന്നതും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതില് ഞാൻ ഈ പറഞ്ഞ ബ്രോൺസ് മുതൽ ഈ റാങ്ക് വരെയുള്ള ആളുകള് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങള് താഴെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള നോളജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ ടീം നിങ്ങൾ അറിയാതെ ഡെവലപ്പ് ആവുകയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മാത്രമാണ് ഐഡിയ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ അപ്ലൈൻ ആണ് ഷെഫീഖ് സാറ്. ഷെഫീഖ് സാറ് മാത്രമാണ് ഞാൻ വന്നതിന് ശേഷം ഐഡിയ അടിക്കാൻ പഠിച്ചിട്ടുള്ളൂ, ഐഡിയ അടിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ടീം പോകുന്നതെങ്കിൽ ഇന്ന് ഞാൻ അറിയാതെ എന്റെ ടീം വളരുന്നത് വളരെ ദുർലഭമായിരിക്കും, അല്ലെങ്കിൽ നടക്കുന്നതായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ റാങ്കിൽ എത്തിയിട്ടുള്ള ആളുകൾ മുഴുവനും എന്ത് പഠിക്കണം, എങ്ങനെയാണ് ഐഡിയ അടിക്കുക എന്നുള്ളത് പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഈ റാങ്കിലുള്ള ആളുകളെ പേരെടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ഒരാള് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. നിങ്ങളോടൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമ്പനിയെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് സൽമാ മാഡം എന്താണ് പറയാറ്? ആദ്യം അത് ചോദിക്കട്ടെ. ഒരു ബ്രോൺസ് ഉള്ള ആളാകുമ്പോ എന്തായാലും പുതിയ ആളുകളെ കാണുമല്ലോ. അങ്ങനെ കാണുന്ന സമയത്ത് സൽമാ മാഡം എങ്ങനെയാണ് പരിചയപ്പെടുത്താറ്, കമ്പനീനെ എങ്ങനെയാണ് പരിചയപ്പെടുത്താറ്? സൽമാ മാഡം മൈക്ക് ഓപ്പൺ ആക്കുക, പറയുക, മറ്റുള്ള ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രോൺസ് എന്ന റാങ്കിലുള്ള ഒരു എനർജറ്റിക് ലേഡി ലീഡർ. ഒരാള് നിങ്ങളോട് നിങ്ങളെ കമ്പനിയെ പറ്റി ചോദിക്കാൻ എന്താ പറയാറ്? ഹലോ, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി
കമ്പനി അതാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആയുർവേദ പ്രൊഡക്റ്റുകളാണ് പിന്നെ സെയിൽ ചെയ്യുന്നത്. പിന്നെ നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല റിസൾട്ട് ആണ്, പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, പിന്നെ നല്ലൊരു റിസൾട്ട് ആണ്, പിന്നെ വെൽനെസ് ഉൽപ്പന്നങ്ങളാണ് അങ്ങനെയൊക്കെ പറയാ. പിന്നെ ആരോഗ്യത്തോടെ നിൽക്കാൻ, നമുക്ക് ആരോഗ്യത്തോടെ കഴിയാനുള്ള ഉൽപ്പന്നങ്ങളാണ്. രോഗം വന്നിട്ടുള്ള രോഗമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പൊ കുറെ കാര്യങ്ങള് സൽമാ മേഡം പറഞ്ഞതൊക്കെ ഓക്കെയാണ്. ഞാന് ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ചെയ്യാം, നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങള് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരാണെന്ത്? MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. അത് ആദ്യം നിങ്ങള് മനസ്സിൽ എന്ത് ചെയ്യാം, കുറിച്ചു വെക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് ഇന്ത്യൻ കമ്പനിയാണ് എന്നുള്ളത് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന ആ ഒരു ടെക്നോളജിയിലാണ് ഇത് ഇന്ന് എവിടെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ കമ്പനി ഇന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. അതിനെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നോ അതല്ലെങ്കിൽ ഇ-കൊമേഴ്സ് എന്നോ അതല്ലെങ്കിൽ MLM എന്നോ നമുക്ക് നാമനിർദ്ദേശം നടത്താം. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ MLM-നെ പറ്റിയല്ല, മൈ ലൈഫ് സ്റ്റൈലുള്ള പ്രൊഡക്റ്റിനെ പറ്റിയും മൈ ലൈഫ് സ്റ്റൈലുള്ള മറ്റുള്ള കാര്യങ്ങളാണ്. കോമൺ ആയിട്ട് പറയേണ്ടത് ഇത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്നുള്ളതും കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. രണ്ടാമത്തേത്, ഇത് ഇന്ന് ഇന്ത്യയില് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്, അതല്ലെങ്കിൽ MLM എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്, അതല്ലെങ്കിൽ ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 2013 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന് നിയമങ്ങളും മോണിറ്ററിംഗ് മെക്കാനിസവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം 2015 ഇതിന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അതല്ലെങ്കിൽ ഇന്ന് നമ്മളെ കേരളത്തിൽ നിയമം വന്നതിന് ശേഷം നമ്മൾ 2015 ശേഷം ഇന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി 11 വർഷം പിന്നിട്ട്, അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പറയണം. കാരണം 11 വർഷം നമ്മൾ ഇന്ന് പിന്നിട്ട് കഴിഞ്ഞു. അടുത്തത് നമ്മൾ പറയേണ്ടത്, ഇത് ഇന്ത്യൻ കമ്പനിയിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു കമ്പനി നമ്പർ 1 കമ്പനിയാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കുന്നില്ലേ? മറുപടി നിങ്ങള് ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അന്തസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഇത് ഡയറക്ട് മാർക്കറ്റിംഗ് ആണ് എന്നുള്ളതും MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് നമ്മുടെ കമ്പനിയുടെ നാമനിർദ്ദേശമാണ്. അത് വർക്ക് ചെയ്യുന്ന മെത്തേഡ് ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്. കൺസെപ്റ്റ് പോകുന്നത് ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്, MLM ആണ്, ഇ-കൊമേഴ്സ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾ എടുത്തു പറയണം. 2015 നിയമം വന്നതിന് ശേഷം എല്ലാ നിയമങ്ങളും അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനിയാണ് നമ്മളെ ഈ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി. ഇത് ഇന്ന് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ, എടുത്തു പറയണം, ഇന്ത്യയിൽ നമ്പർ 1 കമ്പനിയാണ്. നമ്പർ 1 കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് ബാക്കിയുള്ള കമ്പനികളൊക്കെ. അത് ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളെ കമ്പനി എന്തായത് ഇത്രയും വലിയ കമ്പനിയായി മാറിയത്. ഒരു കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആവുക, വളരുക എന്നറിയുന്നത് എന്താണ്? ആ കമ്പനിയിൽ വിറ്റുവരവിന്റെ ആദായങ്ങളും വിറ്റുവരവിന്റെ കാര്യങ്ങളും നോക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ ടേൺ ഓവർ കണക്കാക്കുന്നത്. ആ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു കമ്പനി നമ്പർ 1 കമ്പനിയായി മാറിയത്. നമുക്ക് ഇന്നിപ്പോ മൊബൈൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകളും പണ്ട് യൂസ് ചെയ്ത BPL ആണോ ഇപ്പൊ യൂസ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന എയർടെൽ, അതേപോലെ തന്നെ എന്താ പറയാ വോഡാഫോൺ, അങ്ങനെ പറയുന്നില്ലേ? അപ്പൊ അതേപോലെ ഒരു കമ്പനി വലിയ കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ്, ആളുകളുടെ വാങ്ങലും വിൽക്കലും കൂടുന്ന സമയത്താണ് ടേൺ ഓവർ നടക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഒരു കമ്പനീനെ പറ്റി പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മളൊരാൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അടുത്തത്, ഈ ഒരു കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം
നമുക്ക് ID അടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫോർമുലയാണ് നമ്മൾ ചോദിക്കേണ്ടത്? നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കാറ്? ഒരാൾ ID അടിക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചോദിക്കാറ്? എന്തൊക്കെയാണ് പറയാറ് അവരോട്? അത് റംല മാഡം പറയും. എല്ലാം അടുത്ത സിൽവർ ആയിട്ടുള്ള മാഡം പറയും. ഒരാള് നിങ്ങളെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എന്തൊക്കെയാണ് ആ ജോയിനിങ് ചെയ്യുന്ന ആളുകളോട് ചോദിക്കാറ്? മ്യൂട്ട് അൺമ്യൂട്ട് ആക്കി പറയൂ. ഞാനിപ്പോ ഈ കമ്പനിയിലേക്ക് ഈ പറഞ്ഞ റംല മാഡം പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ഈ കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. എന്നോട് എന്തൊക്കെയാണ് നിങ്ങൾ ID അടിക്കാൻ വേണ്ടിയിട്ട് ജോയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചോദിക്കാറ്? പ്ലാനിങ് പ്രസന്റേഷൻ ചെയ്യണം ആദ്യം, പിന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, അക്കൗണ്ട് ബുക്ക്, അതൊക്കെ ചോദിക്കാം. പിന്നെ ഒരു 10 അക്ക നമ്പർ തരും നിങ്ങൾ. ആദ്യം വേണ്ടത് എന്താ? ആളുടെ പേര്. അത് കഴിഞ്ഞാൽ എന്താ വേണ്ടത്? നിങ്ങൾ പ്ലാൻ ഒന്നും ഇപ്പൊ പറയണ്ട. നിങ്ങൾ ID അടിക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയേണ്ടത് ID അടിക്കാൻ വേണ്ടിയിട്ട് പേരും നിങ്ങളുടെ അഡ്രസ്സും മതി. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇൻകം വാങ്ങാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എന്ത് കൊടുക്കണം? നിങ്ങളുടെ മറ്റുള്ള ഡോക്യുമെന്റ്സ് മെയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാല് ഒരു പുതിയ ഒരു വ്യക്തിയോട് നമ്മള് നിങ്ങളെ പാൻ കാർഡ് വേണം, നിങ്ങളെ പാസ്ബുക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾ എന്താ പറയാ? നിങ്ങൾ മെല്ലെ ഇവിടുന്ന് എഴുന്നേറ്റ് നടന്നോ, എനിക്ക് ആധാറും പാനും ഒന്നും തരാൻ പറ്റൂല എന്ന്. കാരണം എന്താ പറഞ്ഞാല് ചില ആളുകൾക്ക് വീട്ടിലുള്ള ആധാരത്തിനെക്കാട്ടും വലിയ പേടിയാണ് ആധാർ തരിക എന്ന് പറയുന്നത്. നിങ്ങളോട് ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആധാറൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും ആരും എന്ത് ചെയ്യൂല, എടുത്തു തരൂല. നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലൊക്കെ അനുഭവം ചിലപ്പോൾ ചില ആളുകൾക്ക് വന്നിട്ടുണ്ടാവും. അയ്യോ ആധാർ ഒന്നും തരാൻ പറ്റില്ല, അത് വേണമെങ്കിൽ പിന്നെ തരാം, പിന്നെ ചോദിക്കണം, എനിക്ക് വീട്ടുകാരോട് ചോദിക്കണം, ഹസ്ബൻഡിനോട് ചോദിക്കണം. കേട്ടിട്ടുണ്ട് അങ്ങനെ ആരെയും പറയുന്നത്? അല്ലെ നിങ്ങൾ ചോദിക്കുമ്പോഴേക്ക് ആധാറും ഈ പറയുന്ന കൊണ്ടോട്ടി പോയിട്ടേ ആ ബാബു ഉണ്ടല്ലോ കൊണ്ടോട്ടി അയാള് പറയാണ് ആധാർ ഇതും അക്കൗണ്ട് എനിക്ക് തരാൻ പറ്റൂല, അതിനെ പറ്റി കളിയില്ലാന്ന്. അങ്ങനെ അതൊന്നും വേണ്ടായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടംപോലെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഡയറക്ട് സെല്ലിങ് എന്നോ എന്താണ് നെറ്റ്വർക്ക് എന്നുള്ളതൊന്നും അറിയാത്ത ആളുകളാണ് ഇതിന്റെ അകത്തേക്ക് ഒരു 80% കയറി വരുന്നത്. റംല മാഡം ഇതിന്റെ മുന്നേ എന്തെങ്കിലും നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇല്ല. സൽമ മാഡം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹനീഫ സാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഞാൻ ഹനീഫക്കാരന്റെ വീട്ടിൽ വന്നിട്ട് പരിചയപ്പെട്ടിട്ട് ഞാൻ ഹനീഫക്കാരോട് പറയാണ്, ഹനീഫക്ക നിങ്ങൾ ആധാറും പാൻ കാർഡും ബാങ്കിന്റെ പാസ്ബുക്ക് ഒക്കെ വേണമെന്ന് ഞങ്ങൾ ഒറ്റയടിക്ക് എനിക്ക് എടുത്തു തരുമോ? ആലോചിക്കട്ടെ പറയാ. അപ്പൊ ഇത് നിങ്ങൾ ചോദിക്കേണ്ട ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മളെ അഡ്രസ്, പേര്, ഇത് ഏതൊരാളോടും ചോദിച്ചു കഴിഞ്ഞാൽ തരൂലേ? ഞാൻ ഇപ്പൊ സൽമാ മാഡത്തിനോട് ചോദിക്കും, സൽമാ മാഡത്തിനെ പരിചയപ്പെട്ടിട്ട് സൽമത്ത ഞങ്ങളെ പേരും അഡ്രസ്സും ഒന്ന് വേണം പറഞ്ഞാൽ സൽമാ മാഡം പറഞ്ഞുതരും. അത് നോർമലി എല്ലാരും പറഞ്ഞുതരും. പക്ഷെ ഞാൻ ആധാർ ചോദിക്കോ പാൻ കാർഡ് ചോദിക്കോ ചെയ്ത് കഴിഞ്ഞാല് സൽമാ പറയും ഞാനൊന്ന് ഹസ്ബൻഡിനായിട്ട് ചോദിക്കട്ടെ, അല്ലെ മക്കളായിട്ട് ചോദിക്കട്ടെ എന്നേ പറയുള്ളൂ. ആണല്ലോ? ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചോദിക്കുന്നത്? മാഡം നിങ്ങളുടെ ID അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അഡ്രസ്സും പാൻ കാർഡും ഇത്രയും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ID അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അഡ്രസ്, നിങ്ങളെ പേര്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇൻകം കമ്പനിയിൽ നിന്നും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പനിക്ക് ഡോക്യുമെന്റ് സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാറിന്റെ ഫോട്ടോ, പാൻ കാർഡിന്റെ ഫോട്ടോ, ബാങ്ക് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ബാങ്കിലേക്കാണ് നിങ്ങളുടെ ഇൻകം വരേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്കിന്റെ ഫ്രണ്ട് പേജ് വിത്ത് അക്കൗണ്ട് നമ്പറും IFSC കോഡും ഉള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ തരുന്നില്ല എന്ന് പറയുന്ന ആളുകൾ തരാൻ
എന്താവും? തയ്യാറാവും. ഹലോ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അശോക് സാറേ അതൊന്ന് നോട്ടിരിക്കോ? വളരെ ശ്രദ്ധിക്കണേ, വിലപ്പെട്ട വാക്കുകളാണ് പറയാൻ പോണത്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് പുതിയ ജോയിനിങ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ ജോയിനിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ആളുകള് നിങ്ങൾക്കൊരു വാല്യൂ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അല്ലാതെ ഒരാളോട് നിങ്ങൾ ആധാറും പാൻ കാർഡും നിങ്ങളെ ബാങ്കിന്റെ പാസ്ബുക്ക് ഒന്നും വേണമെന്ന് പറഞ്ഞാൽ ഒരാളും നിങ്ങളെ കയ്യിലേക്ക് ഈ സാധനം എന്ത് ചെയ്യൂല, എടുത്ത് തരില്ല. ഞാൻ ഈ പറയുന്ന രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഏത് തരാൻ താല്പര്യമില്ലാത്ത ആളുകളും അയാൾക്കൊരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്നും ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് സാമ്പത്തികം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സമയത്ത് അയാളുടെ സാധനം തരാൻ അയാൾ ഓട്ടോമാറ്റിക്കലി എന്താവും, തയ്യാറാവും. അപ്പം ഈ ഒരു സംഭവം ID അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് കമ്പനി എന്ന് ചോദിക്കുന്നതിന്റെ ഒരാളോട് പരിചയപ്പെടുത്തുന്നതിന്റെ കാര്യം പറഞ്ഞു തന്നു. 2, ആ ആള് നിങ്ങളായിട്ട് ID അടിക്കാൻ തയ്യാറായാല് അയാളോട് ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. 2 കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട, പഠിച്ചു വെക്കേണ്ട ഒരു 2 കണ്ടന്റ് ആണ് ഞാനിപ്പോ ആദ്യം പറഞ്ഞത്. ഈ ക്ലാസ്സിൽ എല്ലാരും ഇല്ലേ? നിങ്ങളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, കുറെ ആൾ ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട് സാറേ. ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ള വിഷയം ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ള വിഷയം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളത് തോന്നുന്നുണ്ടോ? കറക്റ്റാണ്. തോന്നുന്നുണ്ട്. പെട്ടെന്ന് എടുത്ത് ചാടി ആധാറും പാൻ കാർഡും ചോദിക്കരുതെന്ന് മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് വൺ. നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? ആളുടെ ID അടിക്കലാണ്. അതിൽ പങ്കെടുത്ത് ഓരോരോ ലീഡർമാരെ എക്സ്പീരിയൻസ് കേട്ടാൽ തന്നെ നമുക്കത് തുറന്നു കൊണ്ടാൻ പറ്റുള്ളൂ. എപ്പോഴും മീറ്റിംഗിൽ പങ്കെടുക്കണം. അപ്പൊ അതാണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് സൂം മീറ്റിംഗ് വെക്കുക. അത് വെറുപ്പായിട്ട് ആരും തോന്നരുത്. നമുക്ക് കേട്ട് പഠിക്കാനേ പറ്റുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ലീഡർമാര് പറയുന്ന കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ ആരും ബാക്കോട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മീറ്റിംഗ് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വെറുപ്പ് ഉണ്ടാവും എന്തായാലും. പക്ഷെ എന്നും കേൾക്കാനുള്ള ഒരു ചിന്ത ഉണ്ട്. പക്ഷെ അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് മുന്നോട്ട് വരും. ചുരുക്കം പറയാം, ഇമ്രാൻ സാറ് ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. എന്റെ അത്രയും ഒന്നും അറിയാത്തൊരു വ്യക്തി ഈ മീറ്റിങ്ങുകളും ഇതും കംപ്ലീറ്റ് പങ്കെടുത്തുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡെവലപ്പ് ആയത്. ഞാൻ അത്ര മീറ്റിംഗ് പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഇങ്ങനെ. പക്ഷെ ഈ പങ്കെടുത്തത് കൊണ്ട് രക്ഷപ്പെട്ട ഏക മനുഷ്യൻ ഇപ്പൊ ഇമ്രാൻ സാർ മാത്രമേ ഉള്ളൂ. ഈ മലയാളം അറിയാത്ത ഒരു ആള്. ഇപ്പൊ അങ്ങനെയുള്ള ഈ ഇമ്രാൻ സാറെ ഈ ടീം ഇത്രയും വലുതായി പോയത് ഇമ്രാൻ സാറെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ്. അപ്പൊ അത് ഭയങ്കര സംഭവമാണ്, അത്ഭുതമാണ്. ബാംഗ്ലൂർ സ്വദേശിയായ ഇമ്രാൻ സാറ് ഈ കേരളക്കരയിൽ വന്നിട്ട് മലപ്പുറം ജില്ലയിൽ ഇത്രയും വലിയൊരു സ്ഥാനത്തിലേക്ക് പോകാൻ പോവാണ്. അപ്പോ നമ്മളെ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും മുന്നോട്ട് പിന്നോട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാവരും ഇതായി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോ കൂടുതലും പറയാനില്ല. അപ്പോ ഇത്രേ പറയാനുള്ളൂ ഇമ്രാൻ സാറെ പറ്റിയിട്ട്. സുമേഷ് സാറെ പറ്റി ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന സുമേഷ് സാറെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് റംല മാഡത്തിന്റെ ഒരു സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ ആണ് ഏത് ടു എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ അസോസിയേറ്റ്സിനും ഒരു സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ജനിച്ചത് ഏത് ബ്രാഞ്ചിലാണ് എന്നുള്ളത്. നിങ്ങൾക്ക് എപ്പോഴും അതൊക്കെ നിങ്ങളെ ഓർമ്മയിൽ വേണം. ഞാൻ ജനിച്ചത് എന്റെ ഓർഗ് 1-ലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്ലൈൻ എന്നെ ജോയിനിങ് ചെയ്യിപ്പിച്ചത് എവിടെയാണ്? 1-ലാണ്. അപ്പൊ 1-ൽ എനിക്ക് ആരുടെ സപ്പോർട്ട് ഉണ്ടാവും? എന്റെ അപ്ലൈന്റെ ഒരു
ഒരു സപ്പോർട്ട് ഉണ്ടാവും, 2-ലും സപ്പോർട്ട് ഉണ്ടാവും. 2 എന്ന് പറയുന്നതും 1 എന്ന് പറയുന്നതും നമ്മുടെ 2 ബ്രാഞ്ചുകളാണ്. അപ്പം ഈ 1-ലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നതെങ്കിൽ എന്റെ അടുത്ത ജോയിനിങ്ങും എന്റെ അപ്ലൈൻ കൊണ്ടുവരികയാണെങ്കിൽ എവിടെയാ കൊണ്ടുവരിക? വണ്ണിൽ തന്നെയാണ് കൊണ്ടുവരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കോമൺ ലെഗ് ആണ്. എന്റെ അപ്ലൈൻ ആർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, ഒരു സിംഗിൾ ഡിസ്ട്രിബ്യൂഷൻ, ഒരു രജിസ്ട്രേഷൻ എവിടെ തരൂല? എന്റെ കൊണ്ടുവന്നിട്ടുള്ള ടീമിലുള്ള ആർക്കും തരും എന്നുള്ളത് നിങ്ങൾ ഒരിക്കൽ പോലും അവകാശമായി കാണരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഓർഗ് 1-ഉം 2-ഉം ഞാൻ തന്നെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്റെ കോമൺ സൈഡിൽ എന്റെ ലീഡറുടെ ഒരു സപ്പോർട്ട് അവിടെ എന്തായാലും ഉണ്ടാകും. അപ്പം നിങ്ങൾ തുടക്ക സമയത്ത് നിങ്ങൾ ഏത് ലെഗിലാണോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അവിടെ ആയിരിക്കണം നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ജോയിനിങ്. പുതിയ ജോയിനിങ് എവിടെ ആയിരിക്കണം? ഇപ്പം റഷീദ മേഡത്തിന്റെ ഓർഗ് 2-ലാണ് റംല മാഡം വന്നതെങ്കിൽ റംല മാഡത്തിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പുതുതായിട്ട് കൊണ്ടുവരുന്ന കണക്ഷൻ കൊണ്ടുവെക്കേണ്ടത് എവിടെയാണ്? ഓർഗ് മ്യൂട്ട് ഒഴിവാക്കിട്ട് പറയേ. റംല മാഡത്തിന്റെ ഇൻഡിവിജ്വൽ കണക്ഷൻ എവിടെയാണ് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്? റഷീദ മാഡത്തിന്റെ ഓർഗ് 2-ലാണ് റംല മാഡത്തിനെ പോസ്റ്റ് ചെയ്തത്. അപ്പം റംല മാഡം എവിടെയാണ് റംല മാഡം കൊണ്ടുവരുന്ന പുതിയ ജോയിനിങ് കൊണ്ടുവെക്കേണ്ടത്? 1-ഉം 2-ഉം നമ്മളതാണ്. ഒരിക്കലും അത് ആര് കൊണ്ടുപോകേണ്ടതല്ല? അപ്ലൈൻ ലീഡർ, സ്പോൺസർ കൊണ്ടുപോകേണ്ടതല്ല. പക്ഷെങ്കിൽ അവിടെ നമ്മുടെ അപ്ലൈന്റെ ഒരു നോട്ടവും ഒരു പരിലാളനയൊക്കെ എവിടെ ഉണ്ടാവും? ആ ഒരു ഓർഗ് 2-ൽ ഉണ്ടാവും. 1 ആണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് തുടക്ക സമയത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. രണ്ടും നമ്മുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ അവിടെ ആരുടെ ഒരു സപ്പോർട്ട് ഉണ്ട്? നമ്മുടെ ഓർഗ് 1-ലാണ് കൊണ്ടുവരുന്നെങ്കിൽ ലീഡർ സപ്പോർട്ട് ഉണ്ടാവും. ഓർഗ് 2-ലാണ് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചെങ്കിൽ 2-ൽ ലീഡറുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാവരുടെ മൊബൈലിലും ഇല്ലേ? ഇതിന്റെ അകത്ത് ജോയിനിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുടെ മൊബൈലിലും എന്തുണ്ട്? ജോയിനിങ് ചെയ്തതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാല് അവിടെ നിങ്ങളുടെ പൊസിഷൻ അവിടെ കാണിക്കും, നിങ്ങൾ ഏതിലാണ് വന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ആക്കുക. അതിൽ നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്യണ്ട. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആപ്പ് ഓപ്പൺ ആയി വരും. അതിന്റെ മുകളിലുള്ള എന്ത് ചെയ്യാ, ഡാഷ്ബോർഡിൽ നിങ്ങൾ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കാണിക്കും? നിങ്ങളെ ഫുൾ ഡീറ്റെയിൽ കാണിക്കും. അതിന്റെ അകത്ത് ടീം, ഞാൻ വന്നത് ടീം ബ്രാഞ്ച് 2 എന്ന ഇതിലാണ്. അപ്പൊ എന്റെ സ്പോൺസർ എന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എവിടെയാണ്? ഓർഗ് 2-ലാണ്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാല് നിങ്ങളുടെ ഏത് ടീമിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ കാണാൻ പറ്റും. നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാല് ചെറുതായിട്ട് നോക്കുകയാണെങ്കിൽ താഴത്തേക്ക് ഒരു നാലാമത്തെ എഴുത്തില്ലേ, നാലാമത്തെ എഴുത്ത്, ആദ്യം നമ്മളെ യൂസർ ID, പിന്നെ നമ്മളെ യൂസർ നെയിം, ID അടിച്ച ഡേറ്റ്, ഏതാണ് റാങ്ക്, സ്പോൺസർ ആരാണ്, അത് കഴിഞ്ഞാൽ ടീം. അതാണ് നമ്മളെ കാണിക്കുന്നത് എന്ത്, നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണ് ജോയിനിങ് ആയത് എന്നുള്ളത്. ഇപ്പൊ സൽമാ മാഡത്തിനോട് ഞാൻ ചോദിക്കാം, സൽമാ മാഡം നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണ് അത്തിക്കേന്റെ? അപ്പൊ അത്തിക മാഡത്തിനെ വിളിച്ചു നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെ നോക്കി എന്നോട് പറഞ്ഞുതരാം? നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുതരാം. സുമേഷ് സാറേ, ഞാൻ അത്തിക മാഡത്തിന്റെ ഓർഗ് 1-ൽ വന്നിട്ടുള്ള ഒരു ലീഡറാണ്. അപ്പൊ ഇതൊന്നും ആരോട് ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്ലൈൻ മരിച്ചു പോയാലും നമ്മളെ സ്പോൺസർ മരിച്ചു പോയാലും ഇതൊക്കെ ബിസിനസ്സിൽ ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് എവിടെ നോക്കിയാൽ കാണും? ഇത് നമ്മുടെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ കാണും. ഇതുവരെ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തലയിലോട്ട് കേറിയിട്ടുണ്ടോ?
വെരി ഗുഡ്. അത് കേട്ടാ മതി. ഞാനിവിടെ 9:30 ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയിൽ കയറണം. അപ്പൊ ഞാൻ 3 ഭാഗം പറഞ്ഞു തന്നു. 1 കമ്പനിയുടെ പേര്, 2 കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ കമ്പനി ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അടുത്തത് ഞാൻ എന്ത് പറഞ്ഞു? ഒരാളെ ജോയിനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞു. 3 ഞാൻ ജനിച്ചത് ഏത് ബ്രാഞ്ചിലാണ് എന്നുള്ളത് അതും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തലയിലോട്ട് കേറിയോ? കേറി. അഞ്ജിത മാഡത്തിന്റെ അത്ര ഒന്നാവില്ലെങ്കിലും ഇന്റേതായ ശൈലിയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഗുഡ്. ഓക്കെ. ഇനി അടുത്തത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ ടീമില് അറ്റ്ലീസ്റ്റ് ഒരു ZTC എന്ന റാങ്കിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ താഴെ ആരൊക്കെ ജോയിനിങ് വന്നിട്ടുണ്ട്, അതിൽ എത്ര ബ്രോൺസ് ഉണ്ട്, എത്ര സിൽവർ ഉണ്ട്, എത്ര സ്റ്റാർ ഉണ്ട്, എത്ര റൂബി ഉണ്ട്, എത്ര കോർഡിനേറ്റർ ഉണ്ട് എന്ന കണക്കുകള് അറ്റ്ലീസ്റ്റ് എവിടം വരെ വേണോ? ഒരു DTC റാങ്ക് വരെ എന്നെങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം. അതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റെപ്പ് റൂൾ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് റൂൾ. ഇന്ന് സൽമാ മാഡത്തിന്റെ താഴെ, ഈ സൽമാ മാഡത്തിനെ തന്നെ വിളിക്കുന്നത് സൽമാ മാഡം നിറസാന്നിധ്യായനെ കൊണ്ടാണ്. റംല മാഡം നമ്മളെ സുജ പോയോ? അവിടെ ഉണ്ടോ? ഇല്ല, പോയില്ലേ? അവരൊക്കെ പോയി സാറേ. 13 മെമ്പേഴ്സ് ഉള്ളു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് മൈമൂന മാഡത്തിനോട് ഞാൻ ചോദിക്കാണ്, മൈമൂന മാഡത്തിന്റെ താഴെ എത്ര ജോയിനിങ് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാർ ഒറ്റ മിനിറ്റ് വേഗം നോക്കിയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന പ്രായമാണ് ഇപ്പോ. എന്നാല് ഒരു STC ആയ എന്നോട് ഇപ്പൊ ചോദിക്കാണ്, സാറേ സാറിന്റെ താഴെ ടോട്ടൽ എത്ര ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. കാരണം എനിക്ക് ടോട്ടൽ കൗണ്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഇന്ന് നാളെ പേര് ചിലപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പറഞ്ഞുതരാൻ പറ്റൂല. പുതിയ ബ്രോൺസിനൊക്കെ എനിക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുമോ? എത്ര ആളുകൾ ഉണ്ട് ഇതിന്റെ താഴെ അസോസിയേറ്റ് ചെയ്ത്? അപ്പോ നിങ്ങൾക്ക് ഒരു പ്രായം വരെ ഇത് നിങ്ങളെ കയ്യിൽ വേണം. സ്റ്റെപ്പ് റൂൾ വേണം. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളെ ഒരു നോട്ട് ബുക്ക് എടുക്കുക. അതിന്റെ അകത്ത് ശരിക്ക് എഴുതുക നിങ്ങളെ പേര്. കളറിൽ എഴുതിക്കോളി. 1-2 പ്രാവശ്യം അതിന്റെ മുകളിൽ കൂടി എഴുതിക്കോളി. അത് എഴുതുക ഇമ്രാൻ. ചോപ്പാണെങ്കിൽ ചോപ്പ്. എന്നിട്ട് നടുക്കൂടെ ഒരു വര ഇടുക. എന്നിട്ട് അവിടെ ബ്രോൺസ് ആര് വന്നു? ഷെമീറ വന്നു. ഷെമീറന്റെ താഴെ ആര് വന്നു? സൗജത്ത് വന്നു. അതിന്റെ താഴെ റംല വന്നു. ഇതിന്റെ അകത്ത് ആരൊക്കെ പർച്ചേസ് ചെയ്ത്, ആരൊക്കെ ബ്രോൺസ് ഉണ്ട്, ആരൊക്കെ സിൽവർ ഉണ്ട്, ഇതിനൊരു കണക്ക് നിങ്ങളെ കയ്യിൽ വേണം. ഒരു പ്രായം വരെ നമ്മൾ അച്ഛനെ അമ്മയും നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടാക്കി തന്ന് നോക്കി നിന്നിട്ടില്ലേ? അത് തന്നെ. ആരാ പറഞ്ഞ ഉത്തരം? അടിപൊളിയാണല്ലോ. ഷംസീർ. നിങ്ങള് വീഡിയോ ഓൺ ആക്കിയിട്ട് നിങ്ങളൊന്ന് കാണാൻ പരിചയണ്ടതാണ്. ആസിയ മാഡത്തിന്റെ മോനാ പറയുന്നത്. ഞാൻ ഒരു മോനാണ് എല്ലാരെയും. ഞാൻ പറഞ്ഞു തന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ കോഴിക്കോട് കണ്ടിട്ടുണ്ട് സാറേ. ഞാൻ പറഞ്ഞു തരുന്നതാണ് സ്റ്റെപ്പ് റൂൾ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ബിസിനസ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ താഴെ എത്ര ബ്രോൺസ് ഉണ്ട് എന്നുള്ളതും എത്ര സിൽവർ ഉണ്ട് എന്നുള്ളതും എത്ര റൂബിയും കോർഡിനേറ്ററും ഒക്കെ ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഒരു പ്രായം വരെ നിങ്ങളെ കയ്യിൽ വേണം. ഒരു DTC വരെ നിങ്ങളെ കയ്യിൽ വേണം. എങ്കിലേ അവിടെയൊക്കെ വോളിയം കയറുന്നുണ്ടോ എന്നും അവിടെയൊക്കെ വരുമാനം ഉണ്ടോ എന്നുള്ളതും ആർക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ബ്രോൺസ് എന്ന് പറയുന്ന റാങ്കിൽ എത്തിയിട്ടുള്ള റംല മാഡത്തിന് അടുത്ത റാങ്കിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ 2 സിൽവറിനെ അടുത്ത ബ്രോൺസിൽ നിന്നും സിൽവറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2 ബ്രോൺസിനെ ആര് കൊണ്ടുവന്നാ മതി? ഈ പറയുന്ന സൽമാ മാഡം കൊണ്ടുവന്നാ. അപ്പൊ 2 ബ്രോൺസിനെ കൊണ്ടുവരാൻ 10 20,000 ടേൺ ഓവർ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ സൽമാ മാഡം എവിടേക്ക് എത്തും? സിൽവറിലോട്ട് എത്തും. ആ സിൽവറിലേക്ക് എത്തുന്ന സമയത്ത് ആ ബ്രോൺസിനെ സിൽവർ ആക്കാനുള്ള പണി സൽമാ മാഡം ചെയ്താൽ സൽമാ മാഡം എവിടേക്ക് എത്തും? സ്റ്റാറിലോട്ട് എത്തും. നമ്മളെ വരുമാനത്തിന് വേണ്ടി ഈ ബ്രോൺസ് സിൽവർ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ?
തീർച്ചയായിട്ടും പറഞ്ഞുതരാം. വെരി ഗുഡ്. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കൊണ്ട് വരട്ടെ. ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ജോയിനിങ് ചെയ്തിട്ട് ഐഡി ഒക്കെ ഓപ്പൺ ആയോ? ഐഡി ഒക്കെ ഓപ്പൺ ആയി. 2-3 ആൾക്കാരെ കൊടുന്നു. അതിലൊരാൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ ടീം ഡൈനാമോസിൽ ഇപ്പൊ ഒരു സാധനം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ, ബ്രോൺസ്, സിൽവർ, അതിന്റെ അകത്ത് ഓരോ ആളുകൾക്ക് ഓരോ റാങ്കിൽ നിൽക്കുന്ന സമയത്ത് കിട്ടേണ്ട ഇൻകത്തിനെയാണ് ഞാനിപ്പോ അയച്ചത്. അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ, ബ്രോൺസ്, സിൽവർ, സ്റ്റാർ, റൂബി, കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിട്ട് ഞാൻ അതൊന്ന് എഴുതി അങ്ങോട്ട് അയച്ചതേ ഉള്ളൂ. ഈ ഒരു കമ്പനിയിലേക്ക് ജോയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐഡി അടിക്കുന്ന സമയത്ത് 3 ഐഡിയിലും എന്തായിരിക്കും? 0 0 0 ആണോ അല്ലയോ? അതെ അതെ അതെ. അങ്ങനെ ക്യാഷിലാണ് ഞാൻ പറയുന്നത്. 10,000 ബിസിനസ് വോളിയം ആവണം. എവിടാ? ഓർഗ് 1-ലും 10,000 ബിസിനസ് വോളിയം ഓർഗ് 2-ലും ആവുന്ന സമയത്ത് ഇത് ക്യാഷിലോട്ട് പറയുകയാണെങ്കിൽ 13,500 രൂപയുടെ ക്യാഷ് നടക്കണം. 13,500ന്റെ 75% വോളിയമാണ് 10,000 എന്ന് പറയുന്ന വോളിയമായി മാറുന്നത്. മനസ്സിലായോ പറഞ്ഞത്? നമുക്ക് കാറ്റഗറീസ് 2 തരത്തിലാണുള്ളത്. 75% 35%. എന്ത്? നമ്മൾ ചെയ്യുന്ന പർച്ചേസിന്റെ വോളിയം നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എലമെന്റ്സും ഓൺ ആൻഡ് ഓണും അങ്ങനെ പറയുന്ന MIDG വേൾഡും അതേപോലെ തന്നെ ഇന്ത്യാഗ്രോ എന്ന് പറയുന്ന ഇത്രയും 4 കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ G75 എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത്. മനസ്സിലായോ? അപ്പം 1000 രൂപേന്റെ പർച്ചേസ് G75 എടുത്തു കഴിഞ്ഞാല് നമുക്ക് 750 BV കയറും. BV എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസ് വോളിയം ആണ്. ഓക്കെ, അത് കേറിയിട്ടുണ്ട്. അപ്പൊ അത് GBV എന്ന് പറയും. GBV എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പ് ബിസിനസ് വോളിയം. ഇത് നിങ്ങൾ മാത്രം എടുത്താലല്ല, നിങ്ങളുടെ താഴെ ആരെടുത്തു കഴിഞ്ഞാലും അതെന്തായി മാറും? GBV ആയി മാറും. ഗ്രൂപ്പ് ബിസിനസ് വോളിയം ആയി മാറും. അപ്പം ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് കമ്പനിയുടെ റാങ്ക് അല്ല, നമ്മുടെ ടീമിന്റെ റാങ്ക് ആണ്. 10,000 വോളിയം ഓർഗ് 1-ലും 10,000 വോളിയം ഓർഗ് 2-ലും ആവുന്ന സമയത്ത് നമ്മൾ ബ്രോൺസ് എന്ന് പറയുന്ന റാങ്ക് അച്ചീവർ ആയി മാറും. ഇതിന്റെ അകത്ത് 10,000 വോളിയം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് സെൽമ മാഡവും ആസിയ മാഡവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കമ്പനിയിലേക്ക് വന്നിട്ട് അവർക്ക് ഇൻകം 1,200 രൂപ അവരെ അക്കൗണ്ടിലേക്ക് ആരിട്ട് കൊടുത്തു? മെയിൻ ഐഡിയിലേക്ക് കമ്പനി ഇട്ട് കൊടുത്തു. ഈ ഇതിന്റെ മാച്ചിങ്ങിന്റെ 12% നമുക്ക് ഇൻകം ആയിട്ട് തരുന്നത്. എല്ലാവരും മനസ്സിലാക്കുക. വോളിയത്തിന്റെ 12% നമുക്ക് ഇൻകം ആയിട്ട് തരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് അത് ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? നമ്മുടെ ഷഫീഖ് സാർ അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ക്യാഷിലോട്ട് ഒരാളോട് പറയുകയാണെങ്കിൽ ക്യാഷിന്റെ 9% നമുക്ക് എന്ത് കിട്ടുക? ഇൻകം ആയിട്ട് കിട്ടുക. ക്യാഷിൽ പറയുകയാണെങ്കിൽ 9%, BVയിൽ പറയുകയാണെങ്കിൽ 12% നമ്മൾ ഇൻകം കിട്ടുന്നത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം 25,000 2 ബ്രാഞ്ചിലും വരുന്ന സമയത്താണ് ആരായി മാറുന്നത്? സിൽവർ എന്ന് പറയുന്ന റാങ്ക് ആയി മാറുന്നത്. 50,000 ആവുന്ന സമയത്താണ് സ്റ്റാർ ആവുന്നത്. 1,00,000 ആവുന്ന സമയത്താണ് നമ്മൾ ആരായി മാറുന്നത്? റൂബി ആയി മാറുന്നത്. 1,25,000 ആവുന്ന സമയത്താണ് നമ്മൾ കോർഡിനേറ്റർ ആയി മാറുന്നത്. 2,50,000 ആയി മാറുന്ന സമയത്താണ് നമ്മൾ ആരായി മാറുന്നത്? ടീം കോർഡിനേറ്റർ. ഈ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്നതാണ് കമ്പനിയുടെ റാങ്ക്. ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട്. പക്ഷെ സാറ് ഇതില് നിങ്ങൾ വിട്ടിലൊക്കെ 15,000 കോർഡിനേറ്റർ 15,000 ഒക്കെ കാണുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലേ, അവിടെ ഞാൻ ആവറേജ് ഇൻകം സ്ലാബ് റാങ്ക് വൈസ് മന്ത്ലി അതാണ് ഞാൻ വിട്ടത്. ഞാൻ റാങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എഴുതി വിട്ടതേ ഉള്ളൂ. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ മിനിമം ആവറേജ് സ്ലാബ്
1000 രൂപ എന്നെങ്കിലും ഒരു മാസം വാങ്ങണം ഒരു ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയിലൂടെ. ഓക്കെ. ഒരു ബ്രോൺസ് ആണെങ്കിൽ മിനിമം 2000 തന്നെങ്കിലും മാസം വാങ്ങണം. അത് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ അത് പോസിബിൾ ആവില്ല. ഞാൻ റാങ്ക് മാത്രം പറഞ്ഞത്. 2.5 ലക്ഷവും 2.5 ലക്ഷവും ആയി കഴിഞ്ഞാൽ നിങ്ങൾ TC ആവും. 5 ലക്ഷവും 5 ലക്ഷവും വോളിയം ആവുന്ന സമയത്താണ് നമ്മൾ ATC ആവുന്നത് അല്ലെ? 5 ലക്ഷത്തിൽ ATC ആവും. 7 ലക്ഷവും ആവുന്ന സമയത്താണ് നമ്മൾ ആരാവുന്നത്? DTC ആവുന്നത്. നിങ്ങളുടെ ഇപ്പം ഇമ്രാൻ സാർ നിൽക്കുന്നത് എവിടെയാണ്? DTC റാങ്കിലാണ്. അപ്പൊ അടുത്ത റാങ്ക് ഞാൻ ഇപ്പൊ DTC വരെ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ മുകളിലോട്ടേക്ക് നമ്മൾ ഇതിന്റെ അകത്ത് പാരില്ലല്ലോ. അപ്പൊ പറയാം നമുക്ക്. അപ്പൊ ആ സംശയം തീർന്നില്ലേ? എന്താണ് ബ്രോൺസ് സിൽവർ എന്നുള്ളത് തീർന്നില്ലേ? ഏകദേശം കുറെയൊക്കെ. കുറച്ചുപാടെ ഒന്ന് ട്രെയിനിങ് ആവാണ്ട്. ഓക്കെ. അതൊക്കെ നമുക്ക് ഫിസിക്കലി നേരിട്ട് ഇരിക്കുമ്പോ കുറെയൊക്കെ നമുക്ക് ഇന്ററാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് മനസ്സിലാവും. നെക്സ്റ്റ് വേണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാല് ID ക്രിയേഷൻ ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ എത്ര ആള് സ്വന്തമായിട്ട് ID അടിക്കും ഇമ്രാൻ സാറേ? ഞാൻ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ID അടിക്കും? അതെ. ഓക്കെ. ID അടിക്കുന്ന സമയത്ത് നമ്മൾ ഒരാളടുത്തേക്ക് ID അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മളെ കയ്യില് എന്ത് വേണം? അവരെ പ്രൂഫുകൾ വേണം. ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ പാസ്ബുക്ക്. ഓക്കെ, അതൊക്കെ വേണം. അതിന്റെ കൂടെ വേറൊരു സാധനം കൂടി വേണം. പറ്റുന്നുണ്ട്. ഞാൻ അന്ന് AC ഇട്ടാലത്തെ കാറ് ഞാൻ ഓഫ് ആക്കിട്ടായിരുന്നു. ഫോൺ നമ്പർ. വേറൊരു സാധനം കൂടി ഫോൺ നമ്പർ വേണം. അല്ല, നമ്മുടെ ഒരു അസോസിയേഷന്റെ ID അടിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യില് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രീ വരച്ചു വെച്ചതുണ്ടെങ്കിൽ നാളെ നമ്മൾ ഒരു പുതിയ ഒരാളെ കിട്ടുന്ന സമയത്ത് നമ്മുടെ സ്പോൺസർ ID നമ്മൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്റെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ആള് ജോയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 ആളുടെ ID നമ്പറും എന്റെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ വരച്ചു വെച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ താഴെ ഇനി വരാൻ പോകുന്ന ആളുകളുടെ സ്പോൺസർ ID എനിക്ക് എവിടുന്ന് കാണാൻ പറ്റും? ഇവിടുന്ന് എന്റെ ബുക്കിലേക്ക് പറ്റും. അപ്പം നമ്മളൊരു പുതിയ ഒരാളുടെ ID അടിക്കാൻ അയാൾ വളരെ പവർഫുൾ ആയിട്ട് നമ്മളെ മീറ്റിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ഇട്ടിട്ട് സാറേ എന്റെ ID അടിക്കുക എന്ന് പറയുന്ന സമയത്ത് ID അടിക്കാൻ വേണ്ടിട്ട് അയാൾ തരുന്ന സമയത്ത് 10 മിനിറ്റ് ഞാൻ സ്പോൺസറെ തപ്പി നടക്കുകയാണെങ്കിൽ ആൾക്ക് നമ്മളോടുള്ള ആ ഒരു ഇംപ്രഷൻ, ഒരാള് കാണുന്ന ഫസ്റ്റ് നമ്മളൊരാളെ ആ ഇംപ്രഷൻ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടാൻ സോറി. ഓക്കെ, ID അടിക്കാണെങ്കിൽ ഓക്കെ, ഞാനിതാ ഇന്ന ആളുടെ ഓർഗ് 1-ലാണ് നിങ്ങൾ അടിക്കാൻ പോകുന്നത്, ഇന്നാണ് നിങ്ങളെ ആളുടെ സ്പോൺസർ ID ആണ് ഇത് പറഞ്ഞിട്ട് വേഗം നമുക്ക് എന്ത് ചെയ്യാം? ID അടിക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യില് സ്പോൺസറുടെ ID നമ്പർ ഉണ്ടാവണം. ഓർഗ് 1 ആണെങ്കിൽ 1-ലത്തെ ഐഡിയും, ഓർഗ് 2 ആണെങ്കിൽ 2-ത്തെ ഐഡിയും. അങ്ങനെ ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് ഞാൻ നേരത്തെ നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ എല്ലാരും? MILifestylemarketing.com എന്ന് പറയുന്ന ഒരു ലിങ്ക് ഞാൻ നേരത്തെ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഇട്ടുണ്ടായിരുന്നു. എല്ലാരും ശ്രദ്ധിച്ചോ? കണ്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? ഈ ID അടിക്കാനുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് ഓപ്പൺ ആവും. അങ്ങനെ ഫോർമാറ്റിലേക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ ആദ്യം ചോദിക്കാം സ്പോൺസർ എന്നുള്ള ഒരു കള്ളി കാണും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആരാണോ ID ക്രിയേറ്റ് ചെയ്യുന്നത് എന്റെ സ്പോൺസർ ഇമ്രാൻ സാറാ. ഇമ്രാൻ സാറിന്റെ തൊട്ട് താഴെയാണോ ഈ പെറ്റ് ലവ് ഫാം നടത്തുന്ന ആള് വരുന്നത്? അങ്ങനെയാണ് ഇതിന്റെ അകത്ത് കാണിക്കുന്നത്. അതെ. ഓക്കെ, അപ്പൊ ഒരു ആളുടെ ID അടിക്കുന്ന സമയത്ത് സ്പോൺസറുടെ ID നമ്പർ വേണമെന്ന് പറഞ്ഞു. ID അടിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. ആ ലിങ്കിൽ ആ ഫോർമാറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പേജ് ഓപ്പൺ ആയി വരും. അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വരുന്നതെങ്കിൽ ആദ്യം ഒന്ന് ഒരു അപ്ലൈന്റെ സഹായത്തോട് കൂടിയിട്ട് നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. അങ്ങനെ ID അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം കമ്പനിയിലേക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് KYC, അതെന്താണ്? KYCക്ക് നമ്മൾ വാങ്ങുന്നത് എന്താണ്? ആധാർ കാർഡ്. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. KYC അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ
ആധാർ കാർഡ് വാങ്ങുന്നത്. പാൻ കാർഡ് ഒരു ഇന്ത്യൻ പൗരന് അവന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന കാര്യങ്ങള്, ടാക്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട്, നമ്മളെ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് വാങ്ങുന്നത്? പാൻ കാർഡ് വാങ്ങുന്നത്. പാൻ കാർഡ് വാങ്ങുന്നത് KYCക്ക് വേണ്ടിയിട്ട്. ആധാർ, ഞാനിപ്പോ പറഞ്ഞ വിഷയത്തിന് വേണ്ടിയിട്ട് പാൻ കാർഡ്. അടുത്തതാണ് നമ്മുടെ ഓരോ ആളുകൾക്കും സെൽഫ് ആയിട്ടുള്ള അക്കൗണ്ട്. നമുക്കൊക്കെ എന്തുണ്ട്? അക്കൗണ്ടുകൾ ഉണ്ട്. അത് നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കണം. ഈ ബാങ്ക് നമുക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒന്നും പറ്റില്ലല്ലോ. പറ്റൂല. അതാണ് ഞാൻ വരാൻ പോകുന്നത്. നാഷണലൈസ്ഡ് ബാങ്ക് മാത്രമേ നമ്മുടെ കമ്പനി സ്വീകരിക്കുള്ളൂ. ഒരു കോർപ്പറേറ്റ് ഈ പറയുന്ന നാഷണലൈസ്ഡ് ബാങ്ക് SBI, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഗ്രാമീണ ബാങ്ക് എന്ന് പറഞ്ഞാല് സൊസൈറ്റി പോലത്തെ ബാങ്ക് ഒരിക്കലും കമ്പനി അക്സെപ്റ്റ് ചെയ്യൂല. സൊസൈറ്റി പോലത്തെ ബാങ്ക്, അഗ്രികൾച്ചർ സൊസൈറ്റി, കൊട്ടാക് മഹീന്ദ്ര, നെഫ്റ്റ്, RTGS, ഈ പറയുന്ന IFSC കോഡൊക്കെ ഉള്ളതല്ലേ കൊട്ടാക് മഹീന്ദ്ര? അതെ 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 അതെ. IFSC കോഡ് ഉള്ളതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. IFSC കോഡ് നിർബന്ധമാണ്. ഇപ്പം നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. അത് ഞാൻ ഇതുവരെ കൊട്ടാക്ക് ഇതുവരെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ പെടുന്ന ഈ പറയുന്ന രീതിയിൽ KYCയും കാര്യങ്ങളൊക്കെ ഉള്ള ബാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കൊട്ടാക് മഹീന്ദ്രയെങ്കിൽ പറ്റും. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ബാങ്കുകളുണ്ട്. സൊസൈറ്റി പോലത്തെ ആപ്പില് സക്സസ് ആയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ആപ്പിൽ സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ IFSC കോഡ് വെച്ചിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ സക്സസ് ആവും. പിന്നെ നമ്മൾ നെഫ്റ്റ്, ഈ പറയുന്ന പാന്, ഇതെല്ലാം കമ്പനിയിലേക്ക് മെയിൽ ചെയ്യണം. മെയിൽ ചെയ്യേണ്ട സിസ്റ്റം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ മൊബൈലിൽ തന്നെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാല് ഷെയർ ബട്ടൺ എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. ആ ഷെയർ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മെയിലിലോട്ട് കയറാം. മെയിലിൽ കയറി കഴിഞ്ഞാല് 3 മാസത്തിന്റെ ഉള്ളിലായിട്ട് ID അടിച്ചിട്ട് ആ ഡോക്യുമെന്റ് സ്റ്റാറ്റസ് നമ്മൾ ക്ലിയർ ചെയ്യാനാണെങ്കിൽ നമ്മള് മെയിൽ അയക്കേണ്ട ID ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് MI ലൈഫ് നെഫ്റ്റ് ആണ് ചെയ്യുന്നെങ്കിൽ, ബാങ്കിന്റെ പാസ്ബുക്ക് ആണ് ചെയ്യുന്നെങ്കിൽ MI ലൈഫ് നെഫ്റ്റ് അറ്റ് കഴിഞ്ഞതിന് ശേഷം MILifestylemarketing.com. ഇത് എന്താണ്? 3 മാസത്തിന്റെ ഉള്ളിലായിട്ടുള്ള ആളുകളുടെ ഡോക്യുമെന്റ് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കേണ്ട മെയിൽ ID ആണ് ഞാനിപ്പോ പറഞ്ഞത്. അത് ഇമ്രാൻ സാറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്രാൻ സാറ് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിടും. 3 മാസത്തിന്റെ ഉള്ളിലായിട്ട് ID അടിച്ചിട്ടുള്ള ആളുകളുടെ ഡോക്യുമെന്റ് സ്റ്റാറ്റസ് കമ്പനിയിലോട്ട് മെയിൽ ചെയ്യേണ്ട മെയിൽ ID ആണ് ഞാൻ ഈ പറഞ്ഞത്. MI ലൈഫ് നെഫ്റ്റ്. എന്താണോ നമ്മൾ അയക്കുന്നത്, പാസ്ബുക്ക് ആണെങ്കിൽ നെഫ്റ്റ്, KYC ആണെങ്കിൽ ആധാർ ആണെങ്കിൽ KYC, പാൻ കാർഡ് ആണെങ്കിൽ പാൻ, MI ലൈഫ് എന്ന് പറഞ്ഞ കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇവിടെ അടിക്കേണ്ടത്. ബാങ്കിന്റെ പാസ്ബുക്ക് ആണെങ്കിൽ നെഫ്റ്റ് എന്നും, KYC ആണെങ്കിൽ ആധാർ ആണെങ്കിൽ KYC എന്നും, പാൻ കാർഡ് ആണെങ്കിൽ പാൻ എന്നും ആണ്. അത് കഴിഞ്ഞിട്ട് അറ്റ് MILifestylemarketing.com. അത് കോമൺ ആണ് 3 മാസത്തിന്റെ ഉള്ളിലായിട്ടുള്ളത്. 3 മാസം കഴിഞ്ഞിട്ടും 4 മാസം കഴിഞ്ഞിട്ടൊക്കെ ചില ID നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആവുന്നില്ല. ചില ആളുകളെ കണ്ടില്ലേ KYC നോട്ട് അപ്രൂവ്ഡ് കാണിക്കുന്നതല്ലേ, ചില ID ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോ കാണിക്കും. ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ID. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഡോക്യുമെന്റ് ആദ്യം ആധാർ ആണെങ്കിൽ ആധാർ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് info@MILifestylemarketing.com എഴുതി വെക്കുക. info@ അല്ലെങ്കിൽ ഇമ്രാൻ സാറോട് പറഞ്ഞാൽ മതി. ഇമ്രാൻ സാറെ ഒന്ന് എല്ലാ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 4 മാസങ്ങൾക്ക് ശേഷം ഓപ്പൺ ആവാത്ത ID ഡീറ്റെയിൽ കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ട മെയിൽ ID ആണ് info@MILifestylemarketing.com. 3 മാസങ്ങൾക്ക് മുമ്പേ പുതിയ ID അയച്ചു കൊടുക്കേണ്ട മെയിൽ ID ആണ് MILife. എന്താണോ നമ്മൾ അയക്കുന്നത് അത് +@MILifestylemarketing.com. ഈ സാധനം നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇതൊക്കെ ഒന്ന് എഴുതിയും വെക്കുക. അപ്പൊ അടുത്തത് പിന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ എപ്പോ വേണമെങ്കിലും എന്തോ ലിങ്ക് കട്ടാവും. അതല്ലെങ്കിൽ സാറെ 9:45 നിർത്തല്ലേ? അതല്ല നല്ലത്.
ഓക്കെ സാർ, ഓക്കെ സാർ. ഒരുപാട് സമയം പോയി കഴിഞ്ഞാല് മീറ്റിംഗ് നാളെ ഉണ്ടല്ലോ. ഓക്കെ നമുക്ക് ഇത്രയും സാധനം നമ്മളൊന്ന് പഠിക്കാം. ബാക്കിയുള്ളത് ട്രീവിയും മറ്റുള്ള സാധനങ്ങളൊക്കെ നാളെ പറയാം. അതെ അപ്പൊ എന്തായാലും ഞാന് ഒരുപാട് ആളുകളുടെ സമയത്തിന് എടുത്തു. സോറി. ഇത് നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാപ്പകലില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും കഷ്ടപ്പെടുന്നതും. ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചതുകൊണ്ടും ഇന്ന് ഇങ്ങനെയൊക്കെ ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോയതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഈ റാങ്കിലൊക്കെ എത്തിയിട്ടുള്ളത്. ഇന്ന് നല്ല മഴയായിരുന്നു. ഇതുവരെ സത്യത്തില് കാർ ഓടിക്കാൻ വലിയ മടിയാണ്. ഞാൻ എപ്പോഴും എനിക്ക് കാർ ഓടിക്കാൻ എനിക്കൊരു ഡ്രൈവറെ അന്നും ഇന്നും എനിക്ക് പണ്ടേ ഡ്രൈവർ കൂടെ ഉള്ളതിനെ കൊണ്ട് ഇപ്പൊ എനിക്ക് ട്രാവൽസ് ആണല്ലോ. അപ്പൊ എനിക്ക് എപ്പോഴും ഡ്രൈവർമാരുണ്ടാവും. ഞാനിങ്ങനെയല്ല എനിക്ക് അടുത്ത ഭാഗത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി. പണ്ടുള്ള ശീലാണ്. ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് അന്നേ ഉള്ളതാണ്. അപ്പൊ കാറ് എടുക്കാൻ എനിക്ക് മടിയാണ്. എപ്പോഴും ബൈക്കാണ് എനിക്ക് ആശ്രയിക്കാൻ ഇഷ്ടം. ബൈക്കാകുമ്പോ എവിടെയാണെങ്കിൽ നിർത്താം, എവിടെയാണെങ്കിലും എനിക്ക് കുത്തിക്കയറ്റി പോകാന്നൊക്കെ ഉള്ളതിനെ കൊണ്ട്. അപ്പൊ ഇന്ന് നല്ല മഴയായിരുന്നു. ഇന്ന് 2-3 വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ വർക്കില് ആ മഴയൊക്കെ നേരിടാൻ ഇന്ന് നമുക്ക് എന്തുണ്ട്, MI ലൈഫ് സ്റ്റൈലിലൂടെ കാറൊക്കെ വാങ്ങി വെച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് മഴയൊന്നും എന്തല്ല ഒരു പ്രശ്നമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാല് ഇന്ന് ഇങ്ങനെയൊക്കെ അന്ന് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാറിനുള്ളിൽ ഇരിക്കാൻ പറ്റി, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെ, അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കുക, ഈ ബിസിനസിന്റെ ഈ ഒരു കമ്പനിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒന്ന് കൂടിച്ചേരലാണ്. ഇപ്പൊ നമ്മൾ കൂടിച്ചേർന്ന് 15ഓളം ആളുകൾ നേരത്തെ കൂടിച്ചേർന്നിട്ടുണ്ടായിരുന്നു അല്ലെ. 15ഓളം ആളുകളുടെ കൂടിച്ചേരലുകള്. നെക്സ്റ്റ് എന്താണ്, ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും വന്ന് പറഞ്ഞത് അല്ലെ. അല്ലെ ഇമ്രാൻ സാർ നേരത്തെ പറഞ്ഞതാണ് ഇപ്പോഴും വന്ന് പറയുന്നത്. അപ്പൊ കൂടിച്ചേരലുകളും ഓർമ്മപ്പെടുത്തലും ആവർത്തനങ്ങളും. ഇത് അടുത്ത ഒരു ദിവസം ലിങ്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഇതേപോലെ പറയാ, അതല്ലെങ്കിൽ ഷെഫീഖ് സാർ ഇതേപോലെ പറയും, അതല്ലെങ്കിൽ ഇമ്രാൻ സാർ ഇതേപോലെ പറയും. അങ്ങനെ നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്, കൂടിച്ചേരലുകളും ഓർമ്മപ്പെടുത്തലും അതേപോലെ നമ്മളെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ആവർത്തനം, കൂടിച്ചേരലുകൾ, ഓർമ്മപ്പെടുത്തൽ. അപ്പൊ നിങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കുക, ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കേട്ടത് തന്നെയാണ് നിങ്ങൾക്കും പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടത് തന്നെയാണ് നിങ്ങൾക്കും പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യാ, നിങ്ങൾ കേട്ട സംഭവം നാളുകളില് നിങ്ങളുടെ താഴെ അസോസിയേറ്റ് ചെയ്യുന്ന, നിങ്ങളോട് ചോദിക്കുന്ന എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ പകർന്നു കൊടുക്കാനുള്ള നല്ല ബുദ്ധിയും ബോധവും നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും സർവേശ്വരൻ നിങ്ങളെ ഈ ഒരു ഭൂമിയിലേക്ക് പടച്ചുവിട്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ എല്ലാ ആളുകളുടെയും ഐശ്വര്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയൊരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നത് നമ്മുടെ ഇമ്രാൻ സാർ ആണ്. ഞാൻ ഇപ്പൊ തന്ന ഈ ഒരു സെഷൻ മാത്രമേ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി, നല്ല ലക്ഷ്യമുള്ള സ്വപ്നങ്ങൾ കാണാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. നല്ലൊരു ഇതാണ് നമുക്ക്